കേന്ദ്ര സർക്കാർ PM കെയർസ് ഫണ്ടിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് വിവാദത്തിൽ. 8452 കോടി രൂപയുണ്ടായിരുന്ന PM കെയർസ് ഫണ്ടിൽ നിന്ന് 2024-25 സാമ്പത്തിക വർഷത്തിൽ ചെലവാക്കിയത് വെറും 87.85 ലക്ഷം മാത്രമാണ്. ആകെയുള്ള ഫണ്ടിന്റെ 93% 7846.65 കോടി രൂപ ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപമായി സൂക്ഷിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ കണക്കുകളിൽ സുതാര്യതയിലായെന്നും അന്വേഷണം വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുകയാണ്. YS അഭിനന്ദ്, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്ന PM കെയറോ? മാധു, അതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം. നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി പോലെ തന്നെ കേന്ദ്ര സർക്കാർ 2019 COVID-19 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് PM കെയർസ്, അതായത് പ്രൈം മിനിസ്റ്റർ സിറ്റിസൺ അസിസ്റ്റന്റ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻ ഫണ്ട് എന്നാണ് ഈ PM കെയർസിന്റെ ഫുൾ ഫോം. ഈ അസം, അരുണാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ അങ്ങേയറ്റം പ്രളയക്കെതിരെയാണ്, അത് രൂക്ഷമായി തന്നെ തുടരുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് ഇന്നലെ ഈ PM കെയർസ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിലും ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം, ഒരു സാമ്പത്തിക വർഷത്തിന് ശേഷമാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 87.85 ലക്ഷം രൂപ മാത്രമാണ് ചിലവഴിച്ചിരിക്കുന്നത്. ബാക്കി മുഴുവൻ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. 8452 കോടി രൂപയാണ് പൊതുജനങ്ങൾ, അത് PM കെയർസ് ഫണ്ടിലേക്ക് നൽകിയിരിക്കുന്നത്. അത് എന്തിനാണ് നൽകുന്നത്? പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും സാധാരണ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങളാൽ തന്നെ ഫണ്ട് ചെയ്യുന്ന ഒന്നാണ് ഈ PM കെയർസ് ഫണ്ട്. അതാണ് ഇങ്ങനെ സൂക്ഷിച്ച് കേന്ദ്ര സർക്കാർ വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഉപയോഗിച്ചത് 87.85 ലക്ഷം രൂപയാണ്. ബാക്കി ഏതാണ്ട് 7846.65 കോടി രൂപ അതുപോലെ തന്നെ കിടക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ പൈസ DRDOയ്ക്കും ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ദേശീയപാത അതോറിറ്റിക്കും പല ആവശ്യങ്ങൾക്കായി നൽകി. 324 കോടി രൂപയാണ് ഈ PM കെയർ ഫണ്ടിൽ നിന്നും എടുത്തു നൽകിയത്. എന്തിനു നൽകി, എങ്ങനെ നൽകി എന്ന് വ്യക്തമല്ല. പക്ഷെ കുറച്ച് വിവാദമാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ DRDOയും NHAയും തിരിച്ചുടൻ തന്നെ അത് അടയ്ക്കുകയും ചെയ്തു. തുക നൽകിയത് എന്തിനെന്നോ തിരികെ എപ്പോഴാണ് നൽകിയതോ ഒന്നും ഈ ഓഡിറ്റ് റിപ്പോർട്ടിനകത്തില്ല. അങ്ങനെ അടിമുടി ദുരൂഹതയാണ് ഈ PM കെയർസ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ളത്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. 87 ലക്ഷം രൂപ മാത്രമാണ് ചെലവഴിച്ചത്. 93% പണവും ഫിക്സഡ് ഡിപ്പോസിറ്റായി പല ബാങ്കുകളിൽ നിക്ഷേപത്തിലാണുള്ളത് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. അതിനിടയിൽ എത്രത്തോളം, അതായത് കഴിഞ്ഞ ഒരു വർഷം തന്നെ എത്രത്തോളം സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തങ്ങൾ നടന്നു എന്നത് ആലോചിക്കണം. എടുത്തു ചെലവഴിക്കാൻ കഴിയുന്ന പണം, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നൽകിയിരിക്കുന്ന പണം എന്തിനാണ് ഈ തരത്തിൽ സൂക്ഷിച്ചു വെക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഉള്ളത്.